മക്കളെ കേറി വാടാ. അത്യാവശ്യം എന്നെ ഇവിടെ എല്ലാരും കൊന്നേക്കുക. കാരണം ഞാനൊരു പാട്ട് പാടി അത് കുളമായി. അപ്പൊ ഇനി നിങ്ങൾ വേണം എന്നെ കാക്കാൻ വേണ്ടി. അതിനുമുമ്പ് ഇവരെ മൂന്നുപേരെയും പരിചയപ്പെടുത്തട്ടെ. ഒരു പക്ഷെ പെട്ടെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇപ്പൊ ഇങ്ങനെ കാണുമ്പോഴായിരിക്കും മനസ്സിലാവാത്ത. പക്ഷെ ഇവരുടെ വീഡിയോസ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയാൻ പറ്റും. ഇത് അഹമ്മദിന്റെ വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത്. ഒരു വലിയൊരു സ്റ്റേജിൽ ഒരു ഈവന്റിന്റെ ഇടയ്ക്കായിരുന്നു. അത് എവിടെയായിരുന്നു ആ ഫംഗ്ഷൻ ശരിക്കും? ചെറുപ്പുളശ്ശേരി ഒരു SA ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫുട്ബോൾ ടീമിന്റെ ലോഞ്ചിങ്ങിന്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ വീഡിയോയാ കണ്ടത്. ഗംഭീരമായിട്ട് പാട്ട് പാടി. അതായിരുന്നു ഭയങ്കര ഹിറ്റ് ആയത്. ആ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഒന്നുകൂടെ. ഓക്കെ, പ്ലീസ് ഓവർ ടു ദ വീഡിയോ. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾ ആ ഒരു പ്രൊഫൈലിൽ കണ്ടോട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇനി പരിചയപ്പെടുത്തുന്ന ലാൽ കൃഷ്ണനാണ്. ലാൽ കൃഷ്ണന്റെ സൗണ്ട് കേട്ടാൽ നമുക്ക് കുറച്ചും കൂടെ എക്സൈറ്റ്മെന്റ് ആയി തോന്നും. ഓക്കെ, ലാൽ കൃഷ്ണ ഒന്ന് ഹലോ പറഞ്ഞേ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ആരുടെയെങ്കിലും സൗണ്ട് ആയിട്ട് സാമ്യമുണ്ടോ? ഒന്നുകൂടെ കുറച്ചൊന്ന് സംസാരിക്കാവോ? എവിടുന്ന് വരുന്നു? എന്റെ പേര് ലാൽകൃഷ്ണൻ എന്നാണ്. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ബാലരാമപുരം. പക്ഷെ ലാൽകൃഷ്ണന് ഏറ്റവും കൂടുതൽ സൗണ്ട് സാമ്യം പറയുന്ന ആരുടെ ആയിട്ടാണ്? വിനീതേട്ടന്റെ കൂടെ പ്രോഗ്രാം പോകുന്നത്. വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. വേറൊരു ചാനലിൽ കയറിയതിനു ശേഷം എനിക്ക് വിനീതേട്ടൻ്റെ കൂടെ ഒരു അവസരം കിട്ടി. അപ്പൊ വിനീതേട്ടന്റെ സോങ്ങുകള് വിനീതേട്ടൻ സംസാരിക്കുന്നതിന്റെ ഒരു രീതിയിലൊക്കെ ഒരു പാറ്റേണിലാണ്. ഞാൻ ആ ഒരു ശബ്ദത്തിന്റെ ഒരു സാമ്യം കൊണ്ടാവാം കൂടുതലും വിനീതേട്ടന്റെ ഒരു. സൂപ്പർ സൂപ്പർ. ഇനി ഒരു സർപ്രൈസ് പാക്കേജ് ആണ് ബാക്കിയുള്ളത്. അതിപ്പോ പറയണ്ട, ഇവർക്കുള്ള പണിയായിട്ട് നമുക്ക് കൊടുത്താൽ മതി. അതുകൊണ്ട് ഒന്നും മിണ്ടാണ്ട് തന്നെ ഇരുന്നണം. പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് ബിജു. ബിജു, ഓക്കെ. ബിജു ചേട്ടന്റെ ആണ് ഒരു ഐറ്റം ഞാൻ എന്റെ സേഫ് സോണിൽ ലോക്കറിൽ സൂക്ഷിച്ച് വെക്കാൻ പോകും. അത് ലാസ്റ്റ് ഉള്ള സാധനം. അപ്പൊ ആരാണ് നമുക്ക് ആദ്യം ആരുടെ പെർഫോമൻസ്? വിനീതേട്ടനിൽ നിന്ന് തുടങ്ങണോ അതോ ഇവിടെ നിന്ന്? വിനീതേട്ടനിൽ തുടങ്ങാം. ശരി, ഓക്കെ. അപ്പൊ ലാൽ കൃഷ്ണയുടെ തന്നെ സോങ്സ് നമുക്ക് തുടങ്ങാം. അമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറി തൊട്ട മതിലരികിൽ കണ്ണാടി കാവിലെ കുറുമൊഴിയേ ഇനി ചെമ്മാനം ചോക്കുമ്പം തുണ വരുമോ? ഒളിമങ്ങാത്ത ചങ്ങാത്ത ചിരി തരുമോ? ചമ്പാവു പാടത്തെ ചെറുകിളിയേ വരി നെല്ലായി മുന്നാഴി കനവ് തരൂ മിഴിച്ചിമാതെയൊന്നെന്റെ അരികെ വരൂ. അമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറി തൊട്ട മതിലരികിൽ അമ്പാഴം തണലിട്ടൊരിടവഴിയിൽ കുമ്മായം കുറി തൊട്ട മതിലരികിൽ. ശരിക്കും വോയിസ് ഇങ്ങനെ തന്നെയാണോ അതോ എന്റെ? ഞാന് വിനീതേട്ടത്തിൽ പോപ്പുലർ ആയപ്പോ എന്റെ ശബ്ദം ശ്രദ്ധിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. എന്റെ ഒരു ശബ്ദം ഇങ്ങനെ തന്നെയാണ്. പാട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഞാൻ കാർമലിൽ പഠിച്ചതാണ്. ഓ ശരി. അപ്പൊ എന്തായാലും മോന്റെ പാട്ട് നമുക്ക് കേൾക്കാം. എന്താ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th പഠിക്കുകയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ പാടിയാൻ ആലോചിച്ചിട്ട് എനിക്ക് ലജ്ജ തോന്നുന്നു. ഓർമ്മിപ്പിക്കല്ലേ? മ്യൂസിക് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. അറിയാം, അതെന്നറിയാം. അത് ഉള്ളിന്ന് വരുന്നതെന്ന് അറിയാം സാധനങ്ങളൊക്കെ. അതാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. മോനെ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. മറ്റേ ആ സ്ക്രീനിൽ കണ്ട പാട്ട് 2 ലൈൻ പാടുവോ? ഓക്കെ. ഒരേ പിയാ ഒരേ പിയാ ഒരേ പിയാ ഒരേ പിയാ ഒരേ പിയാ ഒരേ പിയാ ताना बाना बुनती हवा है बुनती हवा बूंदे भी तो आए नहीं बाज यहाँ साजिश में शामिल
സെക്കൻഡ് അവിടെ എല്ലാം ഇരിക്കുന്ന 3 പേർക്ക് നിന്നെ കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഓടി അവിടെ തീർച്ചയായും. ഓടി ചെന്ന്. बूंदे भी तो आए नहीं बाज यहाँ साजिश में शामिल सारा जहाँ है हर ज़र्रे ज़र्रे എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അല്ലെ? സത്യം, സത്യം. കാരണം ഞാൻ അങ്ങോട്ട് വന്നാലോ എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് വിട്ടത്. 8th പഠിക്കുന്നു, ഇത്രയും ഭയങ്കര എന്താ നമ്മൾ ഈ പിടിച്ചിരുത്തുന്ന രീതിയിലാണ്. ഭയങ്കര വോയിസ് ഭയങ്കര ഫീലാ. എന്തോ ഒരു പവർ ഉണ്ട് മോനെ നിന്നില്. അതുണ്ട്. അത് നീ അത് കണ്ടെത്തിയിട്ട് അങ്ങോട്ട് എത്തണം കേട്ടോ. മ്യൂസിക് പഠിക്കണം. എന്തായാലും സൂപ്പർ സൂപ്പർ.